ഈ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടുന്നതും അതേപോലെ തന്നെ തെറ്റ് ചെയ്തവർക്ക് അടികൊള്ളുന്നതും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ തെറ്റ് ചെയ്തവന്റെ പേരിൽ മറ്റൊരാളാണ് അടികൊള്ളുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒരാളുടെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കോട്ട് സീലിംഗ് എന്ന് പറഞ്ഞ് 2025 പുറത്തിറങ്ങിയ ഒരു മൂവി. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. 1998 ഈ കഥ നടക്കുന്നത്. ഒരു ബാർ ടെൻഡർ ആയിട്ടുള്ള ഹെൻറി, അവൻ സാധാരണ ഒരു ജീവിതം നയിക്കാണ്. ഈ ബാറിലെ ജോലികളെല്ലാം ചെയ്തിട്ട് ഒരു കാലത്ത് നല്ലൊരു ബാസ്കറ്റ് പ്ലെയർ ആവേണ്ടതാണ്. പക്ഷെ ഒരു അപകടം സംഭവിച്ച് അവന്റെ മുട്ടിന് പരിക്ക് പറ്റിയതിനു ശേഷം അവന് കളിക്കാൻ കഴിയാതെ ഇപ്പോൾ ഒരു ബാർ ടെൻഡർ ആയിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ബാറിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവന്റെ കാമുകി ഈവോൺ, അവൾ വന്ന് ഹെൻറിയെ കണ്ട് രണ്ടുപേരും കുറച്ച് സന്തോഷിച്ച് കുറച്ചു നേരം കറങ്ങി നടന്ന് അത് കഴിഞ്ഞ് രണ്ടുപേരും ഹെൻറിയുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വീട്ടിലേക്ക് കയറുന്ന സമയത്താണ് ഹെൻറിക്ക് ഒരു അയൽക്കാരനുണ്ട്. അവന്റെ പേര് റെസ് മൈനർ. ഇപ്പോൾ ഹെൻറിയും കാമുകിയും വീടിനടുത്തേക്ക് ചെല്ലുമ്പോൾ റെസ് വെളിയിൽ നിൽക്കുന്നു. എന്നിട്ടാണ് നമ്മുടെ ഹെൻറിയെ കണ്ടിട്ട്, ഏയ് ഹെൻറി, ഞാനൊരു 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവത്തില്ല. എന്റെ അച്ഛൻ വയ്യാണ്ട് കിടക്കണം, അച്ഛനെ കാണാനായിട്ട് ഞാൻ പോവാണ്. അതുകൊണ്ട് എന്റെ പൂച്ചയെ നീ ഒന്ന് നോക്കണമെന്ന് പറയും. കാരണം വേറെ ഒന്നുമല്ല, ഈ പൂച്ച കടിക്കുന്ന പൂച്ചയാണ്. പക്ഷെ നമ്മുടെ ഹെൻറി അതൊന്നും ചെയ്യത്തില്ല, അവനെ അറിയാം. അതുകൊണ്ടാണ് ഹെൻറി ഏൽപ്പിച്ചിട്ട് പോകുന്നത്. പിന്നെ റെസിന്റെ കാര്യം, അവന്റെ ഈ മീമുള്ള പോലത്തെ മുടി കണ്ടിട്ട് സംശയിക്കേണ്ട, അവൻ എന്തായാലും ഡ്രഗ് ഡീലിങ്ങും അതേപോലെ തന്നെ കുറെ റൗഡി തരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുത്തനാണ്. അങ്ങനെ ഈ പൂച്ചയെ കയ്യിൽ കൊടുത്തിട്ട് റെസ് ലണ്ടനിലേക്ക് തന്റെ അച്ഛനെ കാണാനായിട്ട് പോകുന്നതും ഇവന്റെ റൂമിനടുത്ത് തന്നെ മറ്റൊരുത്തനുണ്ട്, ഒരു വെബ്സൈറ്റ് ഡിസൈനർ. അവൻ ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് അകത്തേക്ക് കയറി പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും പോയതിനു ശേഷം നമ്മുടെ ഹെൻറിയും ഹീറോയിനും അകത്തേക്ക് വന്നിട്ട് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹെൻറി രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അപ്പോഴും തന്നെ മദ്യം കഴിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പൂച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ, അതും ക്യാറ്റ് ഫുഡ് തന്നെ കൊടുക്കണം. അതിപ്പോ റെസിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി റെസിന്റെ വീട്ടിലെ ആ ഒരു ഡോറിനടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ രണ്ടുപേര് വെളിയിലേക്ക് വന്നു. അതും 2 മുട്ടകള്. എന്നിട്ടാണ് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ല, ഈ വീട്ടിൽ താമസിക്കുന്ന ആളെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല, ആളിവിടെ ഇല്ല, വേറെ സ്ഥലത്തേക്ക് പോയേക്കാണെന്ന് പറയുന്നതും ഇവര് രണ്ടുപേരും നമ്മുടെ ഹെൻറിയെ കളിയാക്കി അവനെ ഭീഷണിപ്പെടുത്തിയാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അതുമല്ല, ഇവർ ഹെൻറിയുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ റെസിന്റെ പൂച്ച ഹെൻറിയുടെ വീട്ടിൽ നിൽക്കുന്നു. ഓ, അവന്റെ പൂച്ചയെ നീ വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരിക്കും. അവൻ എവിടെയാ പോയതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെൻറിയെ 2 മുട്ടകളും കൂടി നല്ലതുപോലെ അടിക്കും. അവിടെ ഇട്ട് അടിച്ചു കൂട്ടി ഒരു പരുവാക്കുമ്പോൾ ആ വെബ്സൈറ്റ് ഡിസൈനർ ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഡോർ വന്നിട്ട്, അല്ല, എന്താ ഇവിടെ ശബ്ദം? ഞാൻ പോലീസിനെ വിളിക്കണോ അതോ നിങ്ങൾ പോകുന്നോ? ഇത് കേൾക്കുന്ന ആ 2 മുട്ടകളും അവിടെ നിന്ന് പോവാണ്. അതുപോലെ നമ്മുടെ ഹെൻറിയെ കാണിക്കുമ്പോൾ നല്ലതുപോലെ അടി കൊണ്ടിട്ട് വയറിന്റെ ഭാഗത്ത് നിന്നും രക്തമെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹെൻറി കണ്ണ് തുറക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പൊ അടുത്ത് തന്നെ ഹീറോയിൻ നിൽപ്പുണ്ട്. അവളോട് ചോദിക്കും, അല്ല, ഞാൻ എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസമായിട്ട് ഹീറോ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹെൻറിയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കാണ്. അതുപോലെ കിടക്കുന്ന സമയത്ത് അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അവനും അവന്റെ സുഹൃത്തും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കുന്നു. അതിലാണ് ഹെൻറിയുടെ കാലിന് പരിക്ക് പറ്റിയിട്ട് അവന് കളിക്കാനൊന്നും പോകാൻ കഴിയാതെ അവസാനം ഈ ഒരു ബാറിൽ ജോലി ചെയ്യേണ്ടി വന്നത്. ഇപ്പൊ ഇവനെ എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവന്മാരടിച്ചില്ല 2 മുട്ടകള്. അതിൽ അവന്റെ കിഡ്നി ഡാമേജ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്യാൻ കഴിയാതെ ആ ഒരു കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ അതുകൊണ്ട് അവൻ പേടിക്കുന്നില്ല, മറ്റൊരെണ്ണം ഉണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അവൻ ഫോൺ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ അമ്മയെ വിളിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഹെൻറി എല്ലാ ദിവസവും അവന്റെ അമ്മയെ വിളിക്കും. എന്നിട്ട് അവന്റെ അമ്മ പറയുന്ന ജോക്കുകളെല്ലാം കേട്ട് നല്ലതുപോലെ ചിരിച്ച്, കുറച്ച് ചളിയാണെങ്കിലും അത് കേട്ട് ചിരിച്ചിട്ട് അവൻ ഈ അപകടം സംഭവിച്ച കാര്യം ഒരിക്കലും പറയത്തില്ല. അങ്ങനെ ഫോണും കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവനൊരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു. അതൊരു പോലീസുകാരുടേതാണ്. നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിന്റെ ഈ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി ഹെൻറി പറയുന്നുണ്ട്, നമുക്ക് അധികാലം എന്തായാലും ഈ ഹോസ്പിറ്റലിൽ നിൽക്കാൻ കഴിയത്തില്ല, കാരണം വലിയ ഹോസ്പിറ്റലാണ്, നല്ല ചെലവാകും, നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഹെൻറിയുടെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗമുണ്ടല്ലോ, അവിടെ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ട്. അതും തയ്യലിടുന്നതിന് പകരമാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഹീറോയിൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഇവന്റെ ഫ്രിഡ്ജിൽ ഒരുപാട് മദ്യം ഇരിപ്പുണ്ട്. അതുപോലെ ഇനിയിപ്പോ ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ, അതുകൂടി ഡാമേജ് ആയി പോകണ്ട എന്ന് പറഞ്ഞ് ഇതെല്ലാം ഉടനെ തന്നെ നിർത്തണമെന്ന് പറഞ്ഞിട്ട് അവര് കഴിക്കാനുള്ള മരുന്നുകളെല്ലാം അവിടെ വെച്ചിട്ട്, ഓക്കെ, നീ ഇനി മദ്യപിക്കരുത്, നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതുകൊണ്ട് അത് നീ നല്ലതുപോലെ തന്നെ നോക്കണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവൾ പോയതിനു ശേഷം നമ്മുടെ ഹെൻറി ആണെങ്കിലോ അവൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ജീവിതം തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഈ മദ്യം എല്ലാം എടുത്ത് ടോയ്ലറ്റിൽ കളയുന്നുണ്ട്. ഓക്കെ, അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വീടെല്ലാം ക്ലീൻ ചെയ്ത് ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് താഴേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് താഴെ വേസ്റ്റ് ഇടുന്നെടുത്ത് ഒരു താടിക്കാനിരിക്കുന്നു. അതൊരു പിച്ചക്കാരൻ ഹെൻറിയോട് ചോദിക്കും, അല്ല, ഇടാനായിട്ട് വല്ല ഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കുമ്പോൾ ദേ ഇപ്പൊ എടുത്തിട്ട് വരാം, കുറച്ച് കഴുകാനായിട്ട് കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ നേരെ വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കാണ് റെസിന്റെ വീടിന്റെ ആ ഒരു ഡോർ ഉണ്ടല്ലോ, അത് ഒരു മുട്ട ഇങ്ങനെ തുറക്കാൻ ശ്രമിക്കുന്നു. ഇവൻ തന്നെയാണ് നമ്മുടെ ഹെൻറിയെ അടിച്ചതും. ഇപ്പൊ അതുകൊണ്ട്
റൂമിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല. താഴെ കാണിക്കുമ്പോഴാണെങ്കിലോ താഴെ നിന്നും മറ്റൊരു മുട്ട അവ മുകളിലേക്ക് കയറി വരുന്നു. ഇനിയിപ്പോ താഴോട്ട് പോകാനും കഴിയത്തില്ല. എന്തായാലും ഒളിച്ചേ മതിയാവും. അതുകൊണ്ട് ഹെൻറി എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ബിൽഡിങ്ങിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ ഉണ്ട്, അത് തുറന്നിട്ട് ആ സൈഡിലേക്ക് ഒന്ന് ഒളിച്ചിരിക്കും. അങ്ങനെ ആ റൗഡികൾ വന്നിട്ട് അവനെ നോക്കുമ്പോഴത്തേക്കും ഒളിച്ചൊളിച്ച് ഒരു വിധത്തില് വില്ലന്റെ ഫ്ലാറ്റിൽ നിന്ന് നേരെ അവന്റെ ഫ്ലാറ്റിലേക്ക് വന്നു. അതുപോലെ ഈ വില്ലന്മാരാണെങ്കിലോ റസിന്റെ ഫ്ലാറ്റിൽ നിന്ന് നേരെ അവന്റെ ഫ്ലാറ്റിലേക്ക് വന്നു. അതുപോലെ ഈ ഗുണ്ടകളാണെങ്കിൽ റസിന്റെ ഫ്ലാറ്റിൽ എന്തോ ഒരു കാര്യം നല്ലതുപോലെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് മാത്രം നമുക്കിപ്പോൾ അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെൻറി അവനൊരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്നല്ലോ, ആ പോലീസുകാരിയെ വിളിക്കുകയാണ്. ഇപ്പോൾ പോലീസുകാരി വന്ന് ഹെൻറിയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് അവന് സംഭവിച്ച ആ ഒരു അപകടം ഉണ്ടല്ലോ അതിനെപ്പറ്റിയെല്ലാം ചോദിക്കും. എന്നിട്ടാണ് അവർ പറയുന്നത് അവരെല്ലാവരും മയക്കുമരുന്ന്, മറ്റ് ഡ്രഗ്സ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരിക്കലും അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വെക്കരുത്. കൂടാതെ 2 താടിക്കാരുണ്ട്, സഹോദരങ്ങളാണ്. അവരുടെ മുന്നിൽ ഒരു കാരണവശാലും ചെന്ന് പെടരുത്. ഒരുപക്ഷെ നീ അവരെ കണ്ടു കഴിഞ്ഞാൽ എന്നെ അപ്പൊ തന്നെ വിളിച്ചറിയിക്കണം. കാരണം വേറെ ഒന്നുമല്ല, അവരെ ആരെ കൊല്ലാൻ പോലും മടിക്കാത്തവരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് കൂടുതലായിട്ട് റസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ അധികമായിട്ടും വിട്ടങ്ങനെ ഒന്നും പറയത്തില്ല. ഓക്കെ, വേറെന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത്രമാത്രമേ അറിയത്തുള്ളൂ എന്നാണ് ഹെൻറി പറയുന്നത്. അതുമല്ല അവന് നല്ല പേടിയുണ്ടെന്നുള്ള കാര്യം ആ പോലീസുകാരോട് പറയുന്നതും ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹെൻറി നേരെ ബാത്റൂമിലേക്ക് വന്നിട്ട് ഇപ്പോൾ ടോയ്ലറ്റിൽ വെള്ളം ഓവർഫ്ലോ ആയിപ്പോയി. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് നിൽക്കുമ്പോൾ ഈ പൂച്ചയ്ക്ക് 1-2 സാധിക്കാനായിട്ട് അവിടെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. അതില് വലിയ രീതിയിൽ ഒരു കാര്യം കിടക്കുന്നു. ഇത് കാണുമ്പോൾ ഹീറോ എന്താ ചെയ്യുന്നു, ഇതാരുടേതാ ഇത്രയും വലുത് എന്ന് പറഞ്ഞ് അവനൊരു സ്കെയിൽ വെച്ചിട്ട് അത് തട്ടി നോക്കുമ്പോഴത്തേക്കും അത് കീ എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കാണ്. എന്താണെന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അത് വേറൊരു പ്ലാസ്റ്റിക് ആണ്. അതിനടിയിൽ ഒരു കീ ഉണ്ടായിരുന്നു, അത് റസ് ഒളിപ്പിച്ചു വെച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹെൻറി നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം നല്ലതുപോലെ തന്നെ കുടിക്കുന്നു. അതും അവന്റെ ഒരു കിഡ്നി മാത്രമേ ഉള്ളെന്ന് അറിയാം. എന്നിരുന്നാലും അവ ഫിറ്റ് ആവുന്നത് വരെ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വരെ കുടിക്കുകയാണ്. എന്നിട്ട് റസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവന്റെ അയൽക്കാരൻ, അവനെ എങ്ങനെയെങ്കിലും വിളിക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വാടാന്ന് പറഞ്ഞ്. ഇപ്പൊ അതേ ക്ലബിൽ തന്നെ ഹീറോയിനും ഉണ്ട്. ഹെൻറി ആണെങ്കിലോ ഒരുപാട് മദ്യപിച്ചത് കൊണ്ട് തന്നെ വായി തോന്നിയത് എന്തൊക്കെയോ വിളിച്ച് പറയാണ്. അത് കാരണം ഹീറോയിൻ പറയും ഇന്നത്തെ ദിവസം എന്തായാലും നിന്നോടൊപ്പം നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ അവള് പോയതിന് ശേഷം അവന്റെയും കൺട്രോൾ വിട്ടിട്ട് അവൻ ആ ഒരു കണ്ണാടിയിൽ വരെ ഛർദ്ദിക്കുന്നുണ്ട്. ഡ്രസ്സിലെല്ലാം ഛർദ്ദിച്ച് അവന്റെ ഡ്രസ്സും പാൻറ്റും എല്ലാം അവിടെ തന്നെ ഊരിക്കളയും. എന്നിട്ട് അവന്റെ അപ്പാർട്ട്മെന്റ് അന്വേഷിച്ച് നടന്നു വരികയാണ്. അങ്ങനെ നേരെ റൂമിലേക്ക് വന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുന്നു പറഞ്ഞ് ആ ബാറ്റ് എടുത്തു വെച്ചിട്ട് അവിടെയെല്ലാം ലൈറ്റെല്ലാം അടിച്ച് താഴേക്കിടും. അതുമല്ലാതെ ബോധം പോയിട്ട് നേരെ താഴേക്കും വന്ന് വീഴും. അങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോഴും അവനും അവന്റെ സുഹൃത്തിന് സംഭവിച്ച ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ, കാർ നല്ല വേഗതയിൽ കൊണ്ടുവന്ന് ഒരു പോസ്റ്റിലേക്ക് ഇടിച്ച്. ഹെൻറിയെ സീറ്റ് ബെൽറ്റ് ധരിച്ചത് കൊണ്ട് അവന് വലിയ കുഴപ്പമില്ല. പക്ഷെ ആ ഒരു സുഹൃത്തുണ്ട്, അവൻ തെറിച്ചു വീണ് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഹെൻറി ആണെങ്കിലോ കാല് വയ്യാതെ അവൻ എഴഞ്ഞെഴിഞ്ഞ് അടുത്തേക്ക് പോകുന്നു. ഇത്രയും കാര്യം കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഹെൻറി കണ്ണു തുറക്കുമ്പോൾ ആ വില്ലന്മാരുണ്ടല്ലോ 2 മൊട്ടകള്, അവർ രണ്ടുപേരും അടുത്തന്നെ നിൽപ്പുണ്ട്. അതേപോലെ അവരുടെ ബോസും ഇതിനകത്തുണ്ട്. കൂടാതെ ഹീറോയുടെ വീട്ടിലുള്ള ആ പൂച്ച ഉണ്ടല്ലോ അതിന്റെ പേര് ബഡ് എന്നാണ്. ആ പൂച്ചയാണെങ്കിൽ പേടിച്ച് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഈ മൊട്ടകള് ഹെൻറിയോട് ചോദിക്കുന്നത് ആ പൂച്ചയെ നിന്റെ കയ്യിൽ തന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവനെ പറ്റിയുള്ള എല്ലാ കാര്യവും നിനക്കറിയാം, അതുകൊണ്ട് സത്യം ഓരോന്നായിട്ട് പറയാൻ പറയുമ്പോൾ അപ്പോൾ ഹെൻറി പറയും അതെ നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറയുമ്പോൾ ആ ബോസ് പറയും അതെ ഞങ്ങളുടെ കുറച്ച് പണം അവന്റെ കയ്യിലുണ്ട്, അവനാണ് അതെല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. അത് ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ അതിന്റെ കീ അതെവിടെയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഹെൻറി അപ്പോഴാണ് ആലോചിച്ചിട്ട് ഇപ്പോഴാണ് കിട്ടിയത്, ദേ ആ ഒരു പൂച്ചയുടെ ട്രേ ഉണ്ട്, അതിലെ ഒരു കീ അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ഇവർ നേരെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു പ്ലാസ്റ്റിക് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കാരണം വേറെ ഒന്നുമല്ല, ഹെൻറി അന്നത്തെ ദിവസം ആ കീ എടുത്ത് മാറ്റിയിരുന്നു. അതുമല്ല ഇപ്പൊ അവന് ബോധമില്ലാത്തത് കൊണ്ട് ആ കീ എവിടെ വെച്ചെന്ന് അറിയത്തില്ല എന്ന് പറയുന്നതും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും പറയത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റയടി, അതും ആ ഒരു മുറിവുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ, എന്നിട്ട് ആ മുറിവിൽ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടല്ലോ അത് ഓരോന്നായിട്ട് വലിച്ചൂരും. വേദന അറിഞ്ഞ ഹീറോ കിടന്ന് കരയുന്നതും ഈ ശബ്ദം കേട്ട അടുത്ത റൂമിൽ ആ ഡിസൈനർ ആരുടെ ബഹളം ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് ഈ ഡോർ തുറക്കാനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇതിലൊരു മുട്ട എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ ഓടിച്ചെന്ന് ഡോർ തുറക്കുമ്പോൾ അവൻ ഇവന്റെ മുഖം കണ്ടിട്ട് ഒരു ഒറ്റ ഓട്ടം. അപ്പോൾ ഈ ഒരു ബോസ് പറയും ഞാൻ നിന്നോട് പറഞ്ഞു പോയി തുറക്കരുതെന്ന്. ഇപ്പൊ അവൻ നമ്മുടെ മുഖം കണ്ടില്ലേ, അവൻ പോലീസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് ഇവർ 3 പേരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. അതുമല്ല പോകുന്നതിന് മുന്നേ അയാൾ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ആ ഒരു കീ കണ്ടുപിടിച്ച് വെച്ചോ, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഹെൻറി നേരെ വരുന്നത് അവന്റെ കാമുകിയുടെ അടുത്തേക്ക്. എന്നിട്ട് ഈ പൂച്ച അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനെ നീ തന്നെ വെച്ചേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവന്റെ ആ ഒരു മുറിവും കാര്യങ്ങളെല്ലാം അവൾ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുമല്ല ഈ പിന്നെല്ലാം വലിച്ചൂരിയല്ലോ അതെല്ലാം അടിച്ചു തരാൻ പറയുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഇനിയിപ്പോ ഹെൻറി നേരെ പോലീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വേണ്ടപ്പെട്ട എല്ലാവരെയും കൊല്ലുമെന്നാണ് ആ വില്ലന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവൻ അതും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അവൾ പറയും എനിക്കിതുപോലെ
തയ്യലിടാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും വേറെ എന്തെങ്കിലും ചെയ്തിനൊക്കെ അറിയുന്ന. അപ്പോഴേക്കും ഈ ഫെവിക്കോൾ ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒട്ടിക്കാണ്. ഫെവിക്കോൾ അല്ല അവരുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പശയായിരിക്കാം. അതുപോലെ ഹീറോയിൻ ആണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്. അവളുടെ കയ്യിൽ തോക്ക് പോലത്തെ ഒരു ലൈറ്റർ ഇരിപ്പുണ്ട്. അങ്ങനെ അത് കണ്ടിട്ട് ഹെൻറി പറയും ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്നും പറഞ്ഞ് അവനിപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അടുത്ത വീട്ടിലെ റസ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവനെ വിളിക്കുകയാണ്, പക്ഷെ കിട്ടുന്നില്ല. ആ സമയത്താണ് രണ്ട് താടിക്കാരന്മാര് സഹോദരങ്ങളുണ്ടല്ലോ അതിലൊരുത്തൻ ഹെൻറിയുടെ പുറകെ വരുന്നത്. ഇത് കാണുന്നത് ഹെൻറി അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. അപ്പൊ അതിൽ മറ്റൊരുത്തനാണെങ്കിലോ കാറിൽ ഹെൻറിയുടെ പുറകെ വരികയാണ്. ഹെൻറി ആണെങ്കിൽ എവിടെയും നിൽക്കുന്നില്ല, ജീവനെ കൊണ്ട് ഓടുന്നു. ഓടി ഓടി അവസാനം എവിടേക്കോ ചാടി ഒരിടത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഇവന്മാര് വളഞ്ഞു. പക്ഷെ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് അടുത്തൊരു റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറിയിട്ട് രണ്ടുപേരും രണ്ട് വശങ്ങളിൽ നിൽക്കുമ്പോഴത്തേക്കും അതിന് മുകളിലൂടെ എല്ലാം ചാടി ഓടി അവസാനം ഒരിടത്തേക്ക് വന്ന് ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പോയതിന് ശേഷമാണ് വീണ്ടും റെസ്സിനെ വിളിക്കുന്നത്. അവൻ എങ്ങനെയും വന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവൻ ആ പോലീസിന്റെ കാർഡുണ്ടല്ലോ അതും കൂടാതെ ആ വില്ലന്മാര് അവരുടെ നമ്പർ എഴുതി കൊടുത്തിരുന്നു. ആ നമ്പർ എടുത്ത് വെച്ചിട്ട് ഇതിൽ ആരെ വിളിക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവസാനം അവന്മാരെ തന്നെ വിളിക്കാന്ന് പറഞ്ഞ ആ മുട്ടകളുണ്ടല്ലോ അവരെ വിളിക്കും. വിളിച്ചിട്ട് ഇതുപോലെ കീ എവിടെയാണെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ആ മുട്ടകൾ പറയും ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയരുത്, പിന്നീട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്നും പറഞ്ഞിട്ട് അത് പിന്നെ പ്രശ്നമാവുമെന്ന് പറയുന്നതും ഇനിയിപ്പോൾ ഹീറോയിൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ചിട്ട് ഓടി അവളുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ഓടി വന്നിട്ട് മുറി തുറന്ന് നോക്കുമ്പോൾ പാവം ഹീറോയിനെ അവന്മാര് തലയിൽ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്തു. അത് കണ്ട് ഹീറോയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹെൻറി നേരെ താഴേക്ക് വന്ന് പോലീസിനെ വിളിക്കും. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് ചെന്ന് ആ ഒരു പോലീസുകാരിയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അപ്പോഴേക്കാണ് അവർ പറയുന്നത് ഇതുപോലെ ഹീറോയിനെ കൊന്നെങ്ങനെയെന്നറിയോ തോക്ക് അവളുടെ തലയിലേക്ക് ചേർത്ത് വെച്ച് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നതും. ഇത് കേൾക്കുന്ന ഹെൻറി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അവർ പറയും ശരി ബാ നമുക്കൊന്ന് വെളിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ കൊണ്ടുവന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ചെന്നിട്ട് കോഫി മറ്റു കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നുണ്ട്. അവനോട് കഴിക്കാനും പറയുന്നുണ്ട്. എന്നിട്ടാണ് അവർ പറയുന്നത് ഓക്കെ അവർ വരുന്നവരെ കുറച്ച് എന്ന് വെയിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഹെൻറി അവർക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോഴേക്കാണ് ആ രണ്ട് മുട്ടകളും അതേപോലെ തന്നെ അവരുടെ ബോസും വരുന്നത്. ഇനി ഈ പോലീസുകാരി അവരുടെ ആളാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് നമ്മുടെ ഹെൻറി ആലോചിച്ച് നോക്കുന്നത് ഇവൻ കുടിക്കാനായിട്ട് ബാറിലേക്ക് ചെല്ലുമല്ലോ. അതുപോലെ അവന്റെ മുതലാളിയെയും ബാറിൽ വെച്ച് കാണുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ആ മുതലാളിയുടെ കയ്യിൽ കീ സൂക്ഷിച്ചു വെക്കാനായിട്ട് കൊടുത്തോ ഇല്ലെന്നുള്ള സംശയം ഹീറോയ്ക്കുണ്ട്. അങ്ങനെ അതാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ പോലീസുകാരി എന്തായാലും ഈ വില്ലന്റെ ഗ്രൂപ്പ് തന്നെയാണ്, ഇവരും അവരും കൂടി ചേർന്നിട്ടാണ് ഈ പണം എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ പെട്ടുപോയത് പാവം നമ്മുടെ ഹീറോയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഹെൻറിയെ നേരെ ആ ബാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് നിന്റെ മുതലാളിയുടെ കയ്യിൽ കൊടുത്തെന്നല്ലേ പറഞ്ഞേ പോയി വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്നതും ഹെൻറി ഇപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി നേരെ ബാറിനകത്തേക്ക് പോകുന്നു. ഇപ്പോൾ മുതലാളിയും അയാളുടെ ഫ്രണ്ടും അവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ അവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഇതുപോലെ അന്ന് ഞാൻ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കീയോ മറ്റോ തന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നീ വന്നു കുടിച്ചു സംസാരിച്ചു പോയി അത്ര മാത്രമേ ഉള്ളൂ, കീ ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ ഈ മുതലാളിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അയാൾ പെട്ടെന്ന് അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ വില്ലനും ടീമും അകത്തേക്ക് കയറി വരികയാണ്. അതുമല്ല ഇവരെ കാണുമ്പോൾ തന്നെ ആ മുതലാളിയുടെ സുഹൃത്ത് എന്താടാ പോലീസിനെ വേഷം മാറി ഇവിടേക്ക് കൊണ്ടുവന്നേക്കാണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഹെൻറിയുടെ ദേഹത്തേക്ക് പിടിക്കുന്നതും പെട്ടെന്ന് തന്നെ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇപ്പൊ ഈ പോലീസുകാരി പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. കാരണം എന്താണ് ഇവര് പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് അവരാണല്ലോ. അപ്പോഴേക്കും ആ ബോസ് പെട്ടെന്ന് തോക്കെടുത്ത് മുതലാളിയുടെ നേർക്ക് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് പറഞ്ഞു കീ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും ഇത് ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരി ഈ ബോസിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അയാളെ കൊല്ലുകയാണ്. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവരാണ് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അയാളെ കൊന്നിട്ട് ഇപ്പൊ മരിച്ചിടക്കുന്ന രണ്ടുപേരുടെയും തോക്ക് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കൊന്നു. ആ രീതിയിലാണ് ഇപ്പൊ ഈ കൊലപാതകം വരുത്തി തീർത്തത്. എന്നിട്ട് ഇപ്പൊ എവിടെ കീ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ മുതലാളി പറയും ഓക്കെ താഴത്തെ ലോക്കറിലുണ്ടെന്ന് പറയുമ്പോൾ ആ കീ അയാളുടെ കയ്യിൽ കൊടുത്തില്ല, പിന്നെ എങ്ങനെ ലോക്കറിലുണ്ടെന്ന് പറയും. ശരി എല്ലാവരും കൂടി നേരെ താഴേക്ക് ചെന്നിട്ട് ലോക്കറിനടുത്തേക്ക് ചെന്ന് അതിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പാസ്വേഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അയാള് ഒരു നമ്പർ പറഞ്ഞു കൊടുക്കും. പക്ഷേ പോലീസുകാരി എത്ര തുറന്നിട്ടും വരുന്നില്ല. അപ്പൊ അയാൾ പറയും അങ്ങനെയല്ലാതെ നല്ലതുപോലെ പ്രസ് ചെയ്യണം, ഇതാണ് നമ്പർ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും ശരി നിങ്ങൾ തന്നെ വന്ന് തുറന്നു, ഞാൻ അതുവരെ നിന്നെ നോക്കുമെന്ന് പറയുന്നതും ഇപ്പോൾ മുതലാളി നേരെ അവിടേക്ക് വന്നിട്ട് അയാൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് അടിച്ച് അതിനകത്ത് നിന്ന് കീ ഒന്നല്ല എടുക്കുന്നത് ഒരു തോക്കാണ്. അതെടുത്ത് പെട്ടെന്ന് ഇവരെ ഷൂട്ട് ചെയ്യാൻ വരുന്നതും ഈ വില്ലന്മാരും ടീമും പോലീസുകാരും ഉണ്ടല്ലോ ഇവര് മൂന്നുപേരും പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോ ഓടി വന്ന് ആ ഡോർ അങ്ങ് അടയ്ക്കുമ്പോൾ അയാൾ ദേഷ്യം കാരണം ഈ ഡോറിന്റെ ചെറിയൊരു ഹോളുണ്ട് അതിനുള്ളിലൂടെ വെളിയിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അവരാണെങ്കിലോ ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇയാൾ വീണ്ടും തിരിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഹീറോ പെട്ടെന്ന് ഇല്ല പോലീസ് വരട്ടെ അതുവരെ നമുക്ക് അടങ്ങിയിരിക്കാന്ന് പറയുന്നതും ആ മുതലാളി പറയും ഇല്ല അതുവരെ ഞാൻ അടങ്ങിയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് ആ ഡോറും വലിച്ചു തുറന്നിട്ട് വെളിയിലേക്ക് വരുന്നതും അവർ മൂന്നുപേരും കൂടി ചേർന്ന് ഈ മുതലാളിയെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലുന്നു. അപ്പോൾ ഹീറോ പെട്ടെന്ന് ഡോർ അടച്ചിട്ട് അതിനകത്ത് ഇരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരാനായിട്ട്. പക്ഷേ ഹീറോയ്ക്കാണെങ്കിലോ നല്ല പേടിയായിട്ട് അവൻ വെളിയിലേക്കും പോകുന്നില്ല. അപ്പോൾ ഹെൻറി വരത്തില്ല എന്നാകുമ്പോഴത്തേക്കും
ആ പോലീസുകാർ പറയും ശരി നീ വരണ്ട, പക്ഷേ ഈ കേസുകളെല്ലാം കറക്കി തിരിച്ച് നിന്റെ തലയിലേക്ക് കൊണ്ടിടുമെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് വെളിയിൽ ആരും ഇല്ലാതെ മനസ്സിലാക്കി ഹെൻറി ഇപ്പോൾ ആ ഡോറും തുറന്ന് വെളിയിലേക്ക് വരും. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് തന്റെ ഡോർ തുറക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. അവിടെയുള്ള കണ്ണാടിയിൽ അവൻ ഛർദ്ദിച്ചു വെച്ചിരുന്നല്ലോ, അതുമല്ല ഡ്രസ്സെല്ലാം വലിച്ചൂരി വെളിയിൽ കളയുകയും ചെയ്തിരുന്നു. ഈ കാര്യം ആലോചിച്ച് പെട്ടെന്ന് തന്നെ താഴേക്ക് വരും. താഴേക്ക് ഒന്ന് നോക്കുമ്പോൾ അവന്റെ ടീഷർട്ട് അവിടെ കിടപ്പുണ്ട്, പക്ഷെ പാൻറ് കാണുന്നില്ല. കാണിക്കുമ്പോൾ അവിടെ ഒരു പിച്ചക്കാരൻ ഇരിക്കുമല്ലോ, അയാളാണ് ആ പാൻറ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഹെൻറി പതി അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ഉറങ്ങുമ്പോഴെല്ലാം ഒരു കത്തി കയ്യിലുണ്ടാവും. ഹെൻറി ചെന്ന് അയാളുടെ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ ഇയാൾ കുത്താനായിട്ട് വരുന്നതും ഹേയ് ഞാനാണ്, ഓക്കെ നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹെൻറി പറയും ഇതുപോലെ എൻ്റെ പാൻറ് നീ എടുത്തിട്ടു, പക്ഷെ അതിനുള്ളിൽ എൻ്റെ ഒരു കീ ഉണ്ട്, അതിങ്ങ് തരാൻ പറയുന്നതും ഓ അത്രയേ ഉള്ളൂ, ദാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ആ കീ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ആ കീ കിട്ടി. അങ്ങനെ വീണ്ടും വീടിനകത്തേക്ക് വന്ന് ഷർട്ടെല്ലാം മാറ്റുന്ന സമയത്താണ് വെളിയിൽ ആരോ വന്നതുപോലെ ഒരു ശബ്ദം. ഹെൻറി അങ്ങനെ ഒരു ബാറ്റും എടുത്ത് അതാരാണെങ്കിലും അടിക്കാന്നും പറഞ്ഞിട്ട് ഡോർ തുറന്ന് ഒരൊറ്റ അടി കൊണ്ട് വീഴുന്നത് വേറെ ആരുമല്ല, റസ് മൈനർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവനാണ്. എന്തായാലും ഇവനൊരു അടി കൊള്ളേണ്ടതിന്റെ ആവശ്യമുണ്ട്. അപ്പോഴാണ് അവൻ ചോദിക്കുന്നത് എടാ എന്താ നീ എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹെൻറി പറയും ഇവിടെ നീ പോയതിനു ശേഷം എന്തൊക്കെയാ സംഭവിച്ചെന്നറിയോ. അങ്ങനെ നടന്ന എല്ലാ കാര്യവും അവനോട് പറയുന്നുണ്ട്. അതുപോലെ അവന്റെ കാമുകി മരിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ അതുൾപ്പെടെ. അപ്പൊ ഇവനാണെങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ലതുപോലെ മദ്യപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അടി കൊണ്ടിട്ടും അവന് വലിയ ഫീലൊന്നുമില്ല. അങ്ങനെ അടുത്ത ദിവസം തന്നെ റസിന്റെ കാറും എടുത്ത് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോ കാറിലിരുന്ന് പറയുന്നുണ്ട് ദേ ഈ ഒരു ചാവിക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നത്, ഇന്നാ പിടിച്ചോ. അല്ല ഇത് വെച്ച് തുറക്കേണ്ട ആ ഒരു സ്ഥലം എവിടെയാണ്, ആ പെട്ടി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ റസ് പറയും ഈ പണം എന്തായാലും നല്ല രീതിക്ക് വന്നൊരു പണമല്ല, ഞങ്ങൾ പല തെറ്റുകൾ ചെയ്ത് ഈ ഡ്രഗ് ബിസിനസ്, മോഷണം, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ സമ്പാദിച്ച പണമാണ്. അതെല്ലാം ഒരിടത്ത് കൊണ്ടുവച്ച് അവസാനം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് പിരിച്ചെടുക്കും, അതിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. അതുമല്ല അവർക്ക് വിശ്വാസമുള്ള, അതും അവർ പേടിക്കുന്ന ഒരാളുടെ കയ്യിലായിരിക്കും ഇവർ പണം കൊടുക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ റസിന്റെ കയ്യിൽ അവർ പണം കൊടുത്തത്. അതും ആ പണം ഒരിടത്ത് ഇവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുമല്ല അത് ഇവന്റെ അച്ഛൻ മരിച്ചത് കൊണ്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. ഇപ്പോൾ തിരിച്ചു വന്ന് ആ പണം അവർക്ക് തന്നെ എടുത്തു കൊടുത്തു കഴിഞ്ഞാല് ഇവൻ അവർ വെറുതെ വെക്കുന്നുള്ളൊരു വിശ്വാസം ഒരിക്കലും അവനില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരും. അതൊരു സ്റ്റോർ റൂമാണ്. വേറെ ഒന്നല്ല, ഇവിടെ സ്റ്റോർ റൂം പല ആൾക്കാർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരുപാട് സ്റ്റോർ റൂമുകളുണ്ട്. കുറെ ഉള്ളിലേക്ക് ചെന്ന് ഒരു സ്റ്റോർ റൂം തുറന്നിട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ തുണികളെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം മാറ്റി ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് 30 കോടി രൂപയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വെറുതെ അല്ല അവർ ഓരോരുത്തരെ കൊല്ലുന്നത് വരെ. ഇത്രയും പണം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അവർ ജീവനോട് വയ്ക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇത് കണ്ട് ഹെൻറി നല്ലതുപോലെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവന്റെ അമ്മയെ വിളിക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ട് പറയും സുഖമാണെന്നെല്ലാം ചോദിച്ച് ഇതുപോലെ എന്നെ പറ്റി എന്തെങ്കിലും ന്യൂസ് ടിവിയിലെല്ലാം കാണുകയാണെങ്കിൽ അതൊരിക്കലും വിശ്വസിക്കരുത്, അതെല്ലാം സത്യമായിട്ടുള്ള കാര്യമില്ല എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഫോൺ തിരിച്ച് കയ്യിൽ കൊടുക്കുന്നതും റസ് ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് തോക്കെടുത്ത് ഹെൻറിയുടെ നെറുക്കിങ്ങനെ ചൂണ്ടാണ്. എന്താന്ന് വെച്ചാല് അവനിപ്പോ ഹെൻറിയെ കൊന്ന് ഈ പണം മുഴുവനായിട്ട് ഒരുമിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഈ പണം അവർക്ക് കൊടുത്താൽ അവർ ഇവനെ കൊല്ലും. അതുപോലെ ഹെൻറിയുടെ കാമുകിയാണെങ്കിലോ ആൾറെഡി മരിച്ചുപോയി, ഇനിയിപ്പോ നിന്റെ അമ്മയെ അവർ കൊല്ലും, അത് കഴിഞ്ഞ് നിന്നെ കൊല്ലാൻ പോവാണ്. അതുകൊണ്ട് നിന്നെ പോലെയുള്ള ആളുകൾ ഇതുപോലെ ഇടയിൽ വന്ന് പെടുന്നത് സാധാരണ ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ളൊരു സുഹൃത്തിനെ എന്തായാലും ഹെൻറി വിശ്വസിക്കോ? ഒരിക്കലുമില്ല. അങ്ങനെ ചാടി ആ ഒരു തോക്ക് ഇടിച്ചു മാറ്റിയിട്ട് റസിനെ ഒരു ഒറ്റ തള്ള് അവൻ നേരെ താഴേക്ക് വന്ന് വീണ് തലയിടിച്ച് അവന്റെ ബോധം പോയി. എന്താന്ന് വെച്ചാൽ നേരത്തെ ബാറ്റ് കൊണ്ടിടിച്ച ആ ഒരു ഭാഗത്ത് നിന്ന് രക്തം വരുന്നുണ്ട്. എന്നിട്ടാണ് ഹീറോ അവന്റെ ഫോൺ എടുത്ത് നേരെ പോലീസുകാരെ വിളിക്കും. എന്നിട്ട് പറയും പണം എവിടെ ഇരിക്കുന്നെന്ന് ഞാൻ കണ്ടുപിടിച്ചു, അതുമല്ല ആ പണം തന്നു കഴിഞ്ഞാലേ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ വെറുതെ വിടോ, എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്, ഇതോടെ എല്ലാം അവസാനിച്ചു. കൂടാതെ ആ പൂച്ചേനെ എനിക്ക് വേണം, കാരണം എന്റെ കാമുകിക്ക് അത് അത്ര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും അതൊക്കെ ചെയ്യാം, പക്ഷെ ഈ കേസിലെല്ലാം ഉൾപ്പെടുത്താനായിട്ട് ഒരാളെ വേണമല്ലോ, അതാരാന്ന് ചോദിക്കുമ്പോൾ ഹെൻറി പറയും അത് റസ് ഇവിടെ ഉണ്ട്, അവനെ നിങ്ങൾ കൊണ്ടുപോക്കോ. അപ്പൊ അവർ അതിന് ഓക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറയും. അങ്ങനെ റസിനെയും കൊണ്ട് അവൻ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ റസിന് അറിയത്തില്ല എവിടെയാണെന്ന്, അവനാണെങ്കിൽ ബോധമില്ലാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കാണ് റസിന് ബോധം വന്ന് അവൻ കണ്ണു വന്നിട്ട് അല്ല നമ്മളെവിടെയാന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരിയുടെ വണ്ടി കാണുന്നത് റസ് പെട്ടെന്ന് ഹേയ് അവൾ എന്നെ കൊല്ലുമെന്നും പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഹെൻറി സമ്മതിക്കത്തില്ല. അവൻ എങ്ങനെ കാറിൽ നിന്ന് പിടിച്ച് നേരെ ഈ പോലീസുകാരുടെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പറയും ദേ ഇവനെ നിന്റെ കൈ തന്നു കഴിഞ്ഞാൽ ആ പൂച്ചയെ എനിക്ക് തരണം, അതേപോലെ പണം എവിടെയാണുള്ളത് അത് ഞാൻ ഒരിക്കലും കാണിച്ചു തരത്തില്ല, ഇവൻ അറിയാം, അവൻ നിനക്ക് കാണിച്ചു തരും. റസ്സാണെങ്കിലോ അപ്പോഴും പറയുന്നുണ്ട് കൊണ്ടുപോകരുത്, അവരെന്നെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഹീറോ തള്ളി അവിടെയുള്ള മുട്ടയുടെ അടുത്തേക്ക് വിട്ടുകൊടുക്കുന്നതും മുട്ടയുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ റസ് പേടിച്ചിട്ട് അവനെ പിടിച്ച് അവൻ്റെ കയ്യിലൊരു തോക്കരിപ്പുണ്ട്, അതെടുത്ത് അത് പിടിച്ചു വാങ്ങി പിടിയും വലിയായിട്ട് രണ്ടുപേരും അങ്ങോട്ടും വലിച്ച് ട്രിഗർ വലിച്ചു കൊടുക്കുന്നതും പെട്ടെന്ന് അടുത്തിരിക്കുന്ന മറ്റൊരു മുട്ട ഉണ്ടല്ലോ അവന്റെ തലയിലേക്ക് ബുള്ളറ്റ് കൊണ്ട് അവൻ മരിച്ച് താഴെ വീഴാണ്. ഇത് കണ്ട മറ്റേ മുട്ട ഓടി അവന്റെ അടുത്തേക്ക് വന്നിരുന്ന് കരയുന്നുണ്ട്. അതുമല്ല ആ പോലീസുകാരിയുടെ കയ്യിലിരിക്കുന്ന പൂച്ച ഉണ്ടല്ലോ അത് പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് കടിച്ചു കൊടുക്കുന്നതും
ഇവര് ബാഗ് താഴേക്കിടും. ആ ഗ്യാപ്പില് റെസ് ആ തോക്ക് എടുത്ത് വെച്ചിട്ട് രണ്ടാമത്തെ മുട്ടയെ കൊല്ലാന്നും പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് പോകുന്നില്ല. ഇതെന്താ ഫയർ ആവാത്തതെന്നും പറഞ്ഞ് താഴേക്ക് ഷൂട്ട് ചെയ്തത് ഇപ്പോ തോക്ക് കയ്യിൽ നിന്ന് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ കറങ്ങി വെടിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം തോക്ക് താഴെ ഇട്ടിട്ട് പോലീസുകാരെയാണെങ്കിലോ കാറിനകത്ത് കയറി ഒളിച്ചിരിക്കും. അങ്ങനെ ഇവര് രണ്ടുപേരും കാറിലേക്ക് കയറി രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഈ പോലീസുകാരി ഉണ്ടല്ലോ അവര് കാർ കൊടുത്ത് പുറകെ തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞെന്താണ് നല്ല രീതിയിലുള്ള ചേസിംഗ് ആണ്. ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടന്ന് ചുറ്റി ഈ പോലീസുകാരി ഇവര് രണ്ടുപേരെയും കൊല്ലാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എതിർവശത്തോടെ ഒരു ഐസ്ക്രീം വണ്ടി വരുന്നത്. അപ്പൊ ഇവര് പെട്ടെന്ന് വെട്ടിച്ച് മാറ്റുമ്പോൾ പോലീസുകാരി ആ ഐസ്ക്രീം വണ്ടിയിലേക്ക് കൊണ്ട് ഇടിച്ചങ്ങ് നിൽക്കും. അതുമല്ല അവർക്ക് കാർ എടുക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് അവര് രണ്ടുപേരും ഇറങ്ങി ഓടുമ്പോൾ ഇവര് കാർ ഓടിച്ച് നല്ല വേഗതയിൽ കുറെ ദൂരേക്ക് വരും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് കാറ് ഈ സൈക്കിളെല്ലാം ഒരുപാടുള്ള ഒരു ഭാഗത്തേക്ക് ഇടിച്ചങ്ങ് നിൽക്കുന്നു. എന്താന്ന് വെച്ചാല് റസിന്റെ ബോധം പോയി, അവൻ ഇനി എഴുന്നേൽക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഹെൻറി റസിനെ അങ്ങനെ പിടിച്ചിട്ട് അവിടെ നിന്നും അടുത്തൊരു വലിയ സ്റ്റേഡിയം ഉണ്ട്, അതിനകത്തേക്ക് കയറി ചെല്ലും. അതിനകത്തേക്ക് കയറി ചെന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ ആ പോലീസുകാരി പിന്നെ മൊട്ട അവര് രണ്ടുപേരും ഇവരുടെ പിറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഹെൻറി റസിനെയും കൊണ്ട് അവിടെ നിന്നും ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടേക്ക് പോകും. എന്നിട്ട് ഇവര് വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു ട്രെയിനകത്തേക്ക് കയറി അവര് രണ്ടുപേരും വെളിയിൽ പെട്ടുപോയി. ഇവര് ട്രെയിനിൽ കയറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതുമല്ല ട്രെയിനകത്തിരിക്കുമ്പോഴത്തേക്കാണ് റസ് കണ്ണെല്ലാം ചുവന്നിട്ട് നമ്മുടെ ഹെൻറിയോട് സംസാരിക്കുന്നു. എന്റെ പൂച്ചയെ നീ തന്നെ വെച്ചോ എന്നെല്ലാം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് റസിന് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, പക്ഷേ അവനിപ്പോ മരിച്ചു. ഒരുപക്ഷെ തലയ്ക്ക് അടി കൊണ്ടതുകൊണ്ടാണോ അറിയത്തില്ല. അങ്ങനെ ആ പൂച്ചയും കൊണ്ട് ഹെൻറി ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ബസ് പിടിക്കുന്നു. ആ ബസ് പിടിച്ച് നേരെ ഒരു കടൽക്കരയിലേക്ക് ചെന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവിടെ തന്നെ നിൽക്കാണ്. അപ്പോഴാണ് ആ പോലീസുകാരി ഹെൻറിയെ വിളിച്ചിട്ട് ഇതുപോലെ ഇനി 2 മണിക്കൂറിനുള്ളിൽ നീ പണം കൊണ്ട് തന്നില്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയെ ഞങ്ങൾ കൊല്ലും, കാരണം നിന്റെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് അതെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹെൻറിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നിട്ട് അവനെല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. ആദ്യം അവന്റെ സുഹൃത്തായിട്ട് കാറിൽ പോകുമ്പോഴത്തേക്ക് ആക്സിഡന്റ് സംഭവിച്ചത്, അത് കഴിഞ്ഞിപ്പോ അവന്റെ കാമുകി മരിച്ചു, പിന്നീട് ഇപ്പോ അവന്റെ സുഹൃത്ത് റസും മരിച്ചു. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഹെൻറി ഇപ്പോ ചെയ്യുന്നത് നേരെ തന്നെ 2 താടിക്കാരന്മാരുണ്ടല്ലോ സഹോദരങ്ങള്, അവരെ വിളിക്കും. എന്നിട്ട് പറയും റസിനെ ഞാൻ തന്നെ കൊന്നു, പണം ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം. എന്നിട്ട് അവരോട് വരാനായിട്ട് ഒരു സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് നമ്മുടെ ഹെൻറിയുടെ പ്ലാൻ എന്ന് നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് അവൻ എന്താ ചെയ്യുന്നറിയോ, അവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു കീയുടെ പിടിയുണ്ടല്ലോ അത് മാത്രം പൊട്ടിച്ചങ്ങ് കളയും. എന്നിട്ട് ആ ഉള്ളിലേക്ക് കയറ്റുന്ന ഭാഗം അതെവിടെ ഒളിപ്പിച്ചു വെച്ചേക്കും. അത് കഴിഞ്ഞ് ഈ ബാസ്കറ്റ് ബോൾ വെച്ചിട്ട് അവൻ നല്ലതുപോലെ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഹെൻറി നല്ലൊരു ബാസ്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ അടിച്ചാല് അമ്മാതിരി പവർ ആയിരിക്കും. അങ്ങനെ കുറെ കഴിയുമ്പോൾ ആ 2 താടിക്കാരന്മാരും അവിടേക്ക് വന്നിട്ട് അവരുടെ കാറിലേക്ക് നമ്മുടെ ഹെൻറി കയറുകയാണ്. എന്നിട്ട് ചോദിക്കും ഓക്കെ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഹെൻറി പറയും പണം എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ കീ എന്റെ കയ്യിലില്ല, അത് ആ പോലീസുകാരുടെ കയ്യിലാണ്. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എന്നെ ഒരിടത്തേക്ക് വിളിച്ചിട്ടുണ്ട്, നമ്മളിപ്പോ അവിടേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് അവരെ കൊന്ന് അവരുടെ കയ്യിൽ നിന്ന് ആ കീ നിങ്ങൾ എടുക്കണം. അങ്ങനെയാണെങ്കിൽ പണം ഇരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അവര് രണ്ടുപേരും ആ സഹോദരങ്ങളുണ്ടല്ലോ അവര് രണ്ടുപേരും റഷ്യക്കാരാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഭാഷയിൽ അവർ സംസാരിക്കുന്നുണ്ട്. അല്ല ഇവനെ എന്ത് ചെയ്യണം, കൊല്ലണോ അതോ വെച്ചേക്കണോ? ഇല്ല, എന്തായാലും പണം കിട്ടട്ടെ, അത് കഴിഞ്ഞ് ഇവന്റെ കണ്ണ് രണ്ടുപേർത്ത് കളയാം എന്നല്ല അവര് രണ്ടുപേരും പറയുന്നു. ഹെൻറിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവൻ കാറിന് പുറകിലിരിക്കുകയാണ്. അതുപോലെ ഹെൻറിയുടെ കയ്യിൽ ഇപ്പോൾ കീ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ഹെൻറിയെ നേരെ ഇവരുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ ഡ്രസ്സ് എല്ലാം അഴിച്ച് കീ ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും എവിടെയും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ആ ഒരു പോലീസുകാരുടെ കയ്യിൽ തന്നെ കാണും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹെൻറിക്ക് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം ഈ വീട്ടിൽ എന്തോ ഒരു പാർട്ടി നടക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ വെളിയിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലെ ആന്റി നമ്മുടെ ഹെൻറിയെ കണ്ടിട്ട് അവനോട് പറയുന്നുണ്ട്, മോനെ നിന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം അതിന് തയ്യാറാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് എന്നൊരു അഡ്വൈസ് പോലെ ഇങ്ങനെ പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവന്റെ മുഖത്ത് ഈ മുറിവും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വരുന്നത് ഒരു വലിയ ബാറിന് വെളിയിലേക്കാണ്. കാരണം അവിടെയാണ് ആ പോലീസുകാരി വരാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കാറിനകത്ത് ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഹെൻറിയോട് ചോദിക്കും നിനക്ക് ഷൂട്ട് ചെയ്യാൻ അറിയോ? ഹെൻറി പറയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ചെയ്യണം, ട്രിഗർ വലിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം എന്നും പറഞ്ഞ് ഓക്കെ നിന്റെ കൈ കാണിക്കാൻ പറയുമ്പോൾ ഹെൻറി അവന്റെ കൈ കാണിക്കുന്നത് പെട്ടെന്ന് അത് പിടിച്ചിട്ട് കാറിന്റെ സ്റ്റിയറിംഗിൽ കൈയും കെട്ടിയിടും. എന്നിട്ട് പറയും ഞങ്ങൾ പോയിട്ട് അവളെ കൊന്നിട്ട് കീ എടുത്തോണ്ട് വരാം, വന്നതിന് ശേഷം നീ ഈ സ്ഥലം കാണിച്ചെന്നാ മതി എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും നല്ല പേടിയൊന്നും ഇല്ലാട്ടോ രണ്ടുപേരും തോക്കും കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അതുപോലെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ വെളിയിലുള്ള സെക്യൂരിറ്റിയെ വരെ ഷൂട്ട് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. കാറിനകത്ത് ബോംബൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ അകത്തേക്ക് ചെന്നിട്ട് അവിടെയുള്ള എല്ലാത്തിനും ഷൂട്ട് ചെയ്യുന്ന അതൊരു ക്ലബ്ബായിരുന്നു, സോറി ബാറല്ല. അകത്തേക്ക് ചെന്ന് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹെൻറി ആണെങ്കിലോ അവന്റെ കാലിനടുത്തായിട്ട് ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ട്, അതിപ്പോ കാലുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്താണെങ്കിലോ ആ പോലീസുകാരിയുണ്ട്. കൂടാതെ ഇവര് വരുന്ന കാര്യം പോലീസുകാർ കാണുന്നുണ്ട്. ഇപ്പോ ഹീറോ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അതിനകത്ത് ബോംബ് പൊട്ടുന്ന ശബ്ദം തീയും പുകയും എല്ലാം കാണുന്നുണ്ട്. അപ്പോഴാണ് ആ പോലീസുകാരി അവിടെ നിന്ന് അവരറിയാതെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു വശത്തേക്കിന് ഓടുന്നു.
അതേസമയം ആ സഹോദരങ്ങളാണെങ്കിലോ അതിനകത്ത് നിന്ന് പോലീസുകാരെ അന്വേഷിച്ച് മറ്റൊരു വഴിയെ പോവും. അപ്പോൾ നമ്മുടെ ഹെൻറി എടോ മണ്ടന്മാരെ ആ വഴിയല്ല ഈ വഴിയാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവർ കേൾക്കോ ഒരിക്കലുമില്ല. അങ്ങനെ ഹെൻറി അവസാനം ഈ കാറിനകത്ത് നല്ല ഹീറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, അതെടുത്ത് ഈ ടാങ്കിന്റെ മുകളിലേക്ക് വെക്കുമ്പോഴത്തേക്കും അത് ഒരുക്കി അവന്റെ കയ്യിൽ കെട്ടാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഈ പോലീസുകാരുടെ പുറകെ തന്നെ വരുന്നുണ്ട് ഹെൻറി. അങ്ങനെ കുറെ ദൂരം ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ മുട്ടയുണ്ടല്ലോ അവൻ ചാടി വീണ് നമ്മുടെ ഹെൻറിയോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഹെൻറി എന്താ ചെയ്യുന്ന വെച്ചാൽ അവനെ ഇടിക്കാൻ വേണ്ടി കൈയെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ മുട്ടയുടെ കയ്യിൽ തോക്കിരിപ്പുണ്ട്. എന്നിരുന്നാലും ഓ അത്രയ്ക്ക് വലിയ ആളോ, ശരി നമുക്ക് നോക്കാന്നും പറഞ്ഞ് ഹെൻറിയോട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നതും ഹെൻറി വിടോ കായ് മടക്കി 2-3 ഇടി ആ ഇടിയിൽ തന്നെ മുട്ട താഴേക്ക് വീഴും. ഇത്രയും പവർ ഹെൻറിക്ക് ഉണ്ടെന്ന് അവൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് ആ ബാസ്കറ്റ് ബോളും എടുത്ത് ഈ പോലീസുകാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൻറി ഉള്ളിലേക്ക് നടന്നു പോകും. കുറെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവരെ കാണുന്നുണ്ട്. പക്ഷെ അവരുടെ കയ്യിലാണെങ്കിൽ ഒരു തോക്കിരിക്കുന്നു. അതെടുത്ത് ഹെൻറിയെ ഷൂട്ട് ചെയ്യാനായിട്ട് അടുത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഹെൻറിയുടെ കയ്യിലിരിക്കുന്ന ബാറ്റ് കൊണ്ട് ഒരു ഒറ്റയടി, എന്നിട്ട് അവരെ ഒരു ഒറ്റ ചവിട്ട് അവർ തെറിച്ച് താഴേക്ക് വന്ന് വീഴുന്നതും ഹെൻറി നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാണ്. അതുമല്ല ഫൈറ്റിനിടയിൽ ഈ ബാറ്റ് ആണെങ്കിൽ ഒടിഞ്ഞും പോകുന്നുണ്ട്. അങ്ങനെ താഴെ വീഴുമ്പോഴത്തേക്കും ഈ തോക്ക് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഹെൻറി അതെടുക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ പോലീസുകാരി ഹെൻറി അടിച്ചു കളഞ്ഞിട്ട് തോക്കെടുക്കാണ്ട് ചെല്ലുമ്പോൾ ഒടിഞ്ഞെടുക്കുന്ന ആ ഒരു ബാറ്റ് എടുത്ത് അവരുടെ കാലിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ ഹെൻറി തോക്കെടുത്ത് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ആ പോലീസുകാർ പറയും തോക്ക് നിന്റെ കയ്യിലാണെങ്കിലും നിനക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹെൻറിയെ കൊണ്ട് കഴിയുന്നില്ല, കാരണം അവൻ ഇങ്ങനെ ആരെയും കൊന്നിട്ടില്ല. അപ്പൊ അവര് പറയും അതെ ഞാൻ പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല എന്ന് പറയുന്നതും ഹെൻറി പറയും ശരി എന്നെ കൊണ്ട് കഴിയത്തില്ലായിരിക്കും, പക്ഷേ അവര് ചെയ്യുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ആ 2 സഹോദരങ്ങളുണ്ടല്ലോ താടിക്കാരന്മാര് അവരിവിടേക്ക് വന്ന് ആ പോലീസുകാരിയെ അങ്ങനെ ഷൂട്ട് ചെയ്ത് രണ്ടുപേരും കൂടി ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ചോദിക്കും ഓക്കെ ഇനി കീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ശരി ബാ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവരെയും കൂട്ടി നേരെ ആ കാറിനടുത്തേക്ക് തന്നെ ചെല്ലും. എന്നിട്ട് അവന്റെ പൂച്ചയുടെ കാലിൽ ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ബാൻഡേജ് ഇളക്കി നോക്കുമ്പോൾ അതിനുള്ളിലാണ് ഈ കീ ഇരിക്കുന്നത്. ഓക്കെ എന്തായാലും കീ കിട്ടി, ഇനി സ്ഥലം കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഹെൻറി അവരെയും കൊണ്ടിങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് ഹെൻറി ചോദിക്കുന്നുണ്ട് അല്ല എന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അവര് രണ്ടുപേരും പരസ്പരം പറയും സാധാരണ ഞങ്ങള് ഇതുപോലെയുള്ള ആളുകളെ കൊല്ലുകയാണ് ചെയ്യുന്നത്, പക്ഷെ നിന്നെ കണ്ടിട്ട് കുറച്ച് പാവമായിട്ട് തോന്നുന്നു, അതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, 1 കോടി വല്ലതും തരാം, അത് വെച്ച് നീ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോ, അതിനെതിരായിട്ട് പിന്നെ വേറെ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹെൻറി പറയും ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അതിന് ഓക്കെ പറഞ്ഞിട്ട് കാർ ഓടിച്ചങ്ങനെ പോവാണ്. അപ്പോഴേക്കും ആ താടിക്കാരന് സിഗരറ്റ് വലിക്കണമെന്ന് പറയും. അതുമല്ല ലൈറ്റർ എടുത്ത് കത്തിച്ചേരാനും പറഞ്ഞിട്ട് ഈ ലൈറ്റർ എടുത്ത് വെളിയിലേക്ക് വെക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്, ആ തോക്കിന്റെ രീതിയിലുള്ള ലൈറ്റർ ഉണ്ടല്ലോ അതാണ്. അപ്പൊ ഇതാരുടേതാണ്? നമ്മുടെ ഹീറോയിന്റെ. അങ്ങനെയാണെങ്കിൽ ഹീറോയിനെ കൊന്നത് ഇവര് രണ്ടുപേരാണ് എന്നുള്ള കാര്യം ഹെൻറിക്ക് മനസ്സിലായി. അതുമല്ല ഹീറോ നല്ല ദേഷ്യപ്പെട്ടിട്ട് അവന്റെ കണ്ണെല്ലാം ഇങ്ങനെ നിറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു സഹോദരൻ ഹെൻറി ഞങ്ങൾക്ക് പറ്റിപ്പോയി, അന്ന് നിന്റെ പിറകെ വരുമ്പോഴത്തേക്ക് നീ സമാധാനമായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന് സംസാരിക്കണമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്തത്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ഹെൻറിക്ക് അത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നില്ല. അവന്റെ കാമുകിനെ കൊന്നു. ആ ദേഷ്യത്തിലെ ലൈറ്റർ വെച്ച് അവന് കത്തിച്ചു കൊടുത്തിട്ട് നല്ല വേഗതയില് ആക്സിലേറ്റർ ചവിട്ടിയൊക്കെ പിടിക്കും. കാർ നല്ല വേഗതയിൽ പോകുമ്പോൾ ഇവര് പേടിച്ചിട്ട് ഹേയ് പതിയെ പോ, അത്രയും വേഗതയിൽ പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ് സംഭവിക്കുന്നതെല്ലാം പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഹെൻറി നിർത്തോ ഇല്ല, നല്ല വേഗതയിൽ കൊണ്ടുവന്നിട്ട് പാലത്തിനടുത്തായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്, അതിലേക്ക് കൊണ്ടുവന്നൊരു ഒറ്റയിടി. ഇപ്പൊ അവന്റെ സുഹൃത്തുമായിട്ട് പോകുമ്പോഴത്തേക്കും കാർ ആക്സിഡന്റ് ആയല്ലോ. അന്ന് കാർ ഓടിച്ചത് ഹെൻറി തന്നെയായിരുന്നു. അന്ന് അവ സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് അവന് പരിക്കൊന്നും പറ്റിയില്ല. അതുപോലെ തന്നെ ഇപ്പോ ഇടിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് കാണിക്കുമ്പോൾ ഹെൻറിക്ക് കുഴപ്പമില്ല, അവൻ ആ പൂച്ചയും പിടിച്ചിട്ട് സീറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. മുന്നിലിരുന്ന അയാളാണെങ്കിൽ തെറിച്ച് പോസ്റ്റിലേക്ക് വന്നിടിച്ച് അയാളുടെ തല ചതഞ്ഞ് അയാൾ മരിച്ചുപോയി. ഇപ്പൊ മറ്റൊരുത്തനാണെങ്കിലോ വണ്ടിക്കകത്ത് തന്നെ അവനും മരിക്കാറായിട്ട് കിടക്കാണ്. അവസാനമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അയാൾ മരിച്ചു പോകുന്നു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെൻറി ഒരു എയർപോർട്ടിൽ നിൽക്കാണ്. ഇപ്പൊ ഈ മുടിയെല്ലാം കാണുമ്പോ നിങ്ങൾ വിചാരിക്കും മരിച്ചുപോയ ഹെൻറിയുടെ സുഹൃത്താണെന്ന്. ഒരിക്കലും അല്ല, അവന്റെ ഐഡന്റിറ്റി ഹെൻറി എടുത്തു. എന്നിട്ട് അവനെ പോലെ മുടിയെല്ലാം ആക്കി വെച്ച് രൂപമാറ്റെല്ലാം നടത്തി ഇപ്പൊ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പോവാണ്. അതുമല്ല അവന്റെ കയ്യിലാണെങ്കിലോ ഒരു ബാഗ് നിറയെ പണം ഇരിപ്പുണ്ട്. അതുമല്ല അതിൽ കുറച്ച് പണമാണെങ്കിലോ അവന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കാര്യം അവന്റെ അമ്മയോട് വിളിച്ചു പറയുന്നുണ്ട്. ഇതുപോലെ ഒരു പാഴ്സൽ വരും, എടുത്തു വെച്ചോറി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹെൻറി നേരെ പോകുന്നത് ഏതോ ഒരു ദ്വീപിലേക്കാണ്. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പൊ കയ്യിലുള്ള പണം ഉണ്ടല്ലോ, ഇത്രയും പണം ഇരിക്കാണ്. ആ പണവും എന്തായാലും നമ്മുടെ ഹെൻറിയുടെ കയ്യിൽ 15 കോടി മാത്രമേ ഉള്ളൂ. അതും വെച്ചിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. അതുപോലെ ന്യൂസിലാണെങ്കിലോ ഹെൻറിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ന്യൂസിലൂടെ വരുന്നുണ്ട്. പക്ഷെ അവനെ ഇപ്പൊ ആർക്കറിയാനായിട്ട് അവൻ ഐഡന്റിറ്റി മാറ്റിയാണ് നടക്കുന്നത്. അതുമല്ല ബാക്കിയുള്ള 15 കോടി അവന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഇപ്പോഴാണ് അവന്റെ അമ്മ ആരാണെന്ന് തന്നെ കാണിക്കുന്നത്. അവർ ആ ബാഗ് തുറന്ന് അത്രയും പണം കണ്ട് ഞെട്ടുകയും ചെയ്യുന്നു. അപ്പൊ ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ലോറ ഡെൻ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയാണ്. പക്ഷേ ഇത്രയും നേരം അവരുടെ ഫേസ് എന്തുകൊണ്ടാണ് ഒളിപ്പിച്ചു വെച്ചതെന്ന് അറിയത്തില്ല. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി എന്ന് നിങ്ങൾ കമന്റ് ചെയ്തേക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.